ഇന്ന് പല പെൺകുട്ടികൾക്കും നീതിയും അവസരങ്ങളും നിഷേധിക്കപ്പെടുന്നുണ്ടെന്ന് എം അബ്ദുൽ സലാം. സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ചാണ് പലരും വോട്ട് വാങ്ങുന്നത്. മുസ്ലിം ലീഗിനെ വീണ്ടും തെരഞ്ഞെടുക്കാൻ പൊതുജനം അത്രയ്ക്ക് മണ്ടന്മാരല്ലെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി എം അബ്ദുൽ സലാം അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ് മോദി സർക്കാരെന്ന് ആവർത്തിച്ചു പറയുകയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി എം അബ്ദുൽ സലാം. മലപ്പുറത്ത് മുസ്ലിം ലീഗിനെ വീണ്ടും ജനം തിരഞ്ഞെടുക്കില്ലെന്നും വിദ്യാസമ്പന്നരായ ഒരു സമൂഹം ഇവിടെയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇലക്ഷന് മുമ്പേ പറയും ജനം മണ്ടന്മാരാണെന്ന്. എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ മണ്ടന്മാരല്ല, അവർ ബുദ്ധിമാന്മാരാണ്. അവർ പ്രതികരിക്കുന്ന എപ്പോഴാണ്? വോട്ടിൽ കൂടെയാണ്. അവരിങ്ങനെ വാച്ച് ചെയ്തിരിക്കും. ചായക്കടയിൽ ഇരുന്നാലും TV കണ്ടാലും ഇവർ വാച്ച് ചെയ്തിരിക്കും. ഇവിടുത്തെ പോയ MP-മാർ അവരുടെ ഈ മുസ്ലിം ലീഗിലുള്ള ഡോമിനൻസ് വെച്ച് പാവപ്പെട്ട അധികം ചിന്തിക്കാൻ കഴിവില്ലാത്ത കള്ളം പറഞ്ഞാൽ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരെ ഇത്രയും കാലം മെസ്മറൈസ് ചെയ്ത് വോട്ട് വാങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അബ്ദുൽ സലാം പ്രതികരിച്ചു. നിർഭാഗ്യവശാൽ കുറെ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് വീട്ടിലിരിക്കുന്നു. ഡോക്ടർമാർ കല്യാണം കഴിച്ചിട്ട് വീട്ടിലിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, രണ്ടല്ല 3 പ്രധാനപ്പെട്ട: ലിബർട്ടി, ഈക്വാലിറ്റി, ജസ്റ്റിസ്. മതത്തിനകത്തായാലും ആണായാലും പെണ്ണായാലും അവർക്ക് ലിബർട്ടി വേണം, ഈക്വാലിറ്റി വേണം, ജസ്റ്റിസ് വേണം, ഹ്യൂമൻ റൈറ്റ്സ് വേണം. മുത്തലാഖ് ബില്ലിനെ കുറിച്ച് ഖബറുദ്ദീസ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമായി. വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി അത് ഞാനാണെന്ന് ചിന്തിക്കാനുള്ള വിവേകം, ആ മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ മുത്തലാഖ് ബില്ലിനെ ഇവിടെ കേരളത്തിലെ ഇടവനും വലതിനും എതിർത്തതെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊക്കെ പലയിടത്തും പോകുമ്പോൾ എന്നോട് രഹസ്യമായിട്ട് എന്നെ ഫ്രണ്ട്സൊക്കെ പറയും, എന്നെ കമലിച്ചാണ് നിശ, ഈ ഒരു വലിയ കാര്യം ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾക്കത് പറയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടുള്ള മാറ്റം അത് വളരെ വലുതാണ്. ഇക്കുറി മലപ്പുറത്ത് വലിയ മാറ്റമുണ്ടാകുമെന്നും പ്രധാനമന്ത്രിയോടുള്ള സ്നേഹം വോട്ടായി മാറുമെന്നും അബ്ദുൽ സലാം വ്യക്തമാക്കി. ജനം, മലപ്പുറം.